അപ്പൊ അവൾ അവനെ ഒരുമാതിരി നോട്ടം നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. അയ്യോ, അറിയാതെ ചീത്ത പറഞ്ഞു പോയല്ലോ, നാളെ സ്കൂൾ ട്രിപ്പ് ഉണ്ടല്ലോ, ഇനി അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, അയ്യോ. ദെൻ നെക്സ്റ്റ് ഡേ ആയി, ഇവർ സ്കൂൾ ട്രിപ്പിന് റെഡിയായി വരികയാണേ. അപ്പം രണ്ടാളും ലൈവ് ചെയ്തായിട്ടാ വരുന്നത്. ഹേയ് നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒന്നായി സ്കൂൾ ട്രിപ്പിന് വന്നതാണ്. അത് മാത്രമല്ല എൻ്റെ ആള് പറയാണ് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തു തരാമെന്ന്. നമുക്ക് നോക്കാം ഇവൻ എത്ര ഫോട്ടോസ് എടുത്തു തരുമെന്ന്. അയ്യോ, ഈ പണിയും ഞാൻ ചെയ്യണോ എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് പിക്സ് എടുത്തു കൊടുക്കുന്നു. ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ഫോട്ടോസ് നന്നായിട്ട് കിട്ടിയിട്ടില്ല. ഉടനെ ഹീറോയിൻ ചീത്ത പറയാണ്, എടാ പോത്തെ, ഇങ്ങനെയാണോടാ ഫോട്ടോ എടുക്കുന്നത്? ഒന്ന് മിണ്ടാതിരിക്കോ, നമ്മൾ ഫേക്ക് ഡേറ്റിംഗ് അല്ലേ, ഇങ്ങനെ എൻ്റെ ജീവൻ എടുക്കണോ എന്നവൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും തിരക്കുകൂടി അവിടെ നിന്ന് പോകുന്നു. ഇത് യാഗ് കാണുന്നു. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവിടേക്ക് ഒരു കണ്ണട വെച്ച ചെക്കനും വരുന്നു. അവന്റെ അടുത്തേക്ക് പോയിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു. എന്ത് ഹെൽപ്പാ വേണ്ടേ? അത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു. അവിടെ സീൻ കട്ടാവുന്നു. പിന്നെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി റൂമിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഫ്രണ്ട് പറയാണ്, എന്ത് സ്കൂൾ ട്രിപ്പാടി ഇത്, ബോറിംഗ് ആണ്. ആടി, എനിക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ബോയ്സ് റൂമിലേക്ക് പോയാലോ? എന്തിനെന്നോ എൻ്റെ ആളെ കാണാൻ തോന്നുന്നടി. എന്താടി, കളിക്കാണോ? ടീച്ചേഴ്സ് എങ്ങാനും കണ്ട പിന്നെ നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതൊന്നും സാരല്ല, വാടി, ഈച്ചനും ഉണ്ടല്ലോ അവിടെ. ആ ഈച്ചൻ, ഓക്കെ പോവാലോ. ഇപ്പൊ ഞാൻ അവനോട് മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ, വാ പോവാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അവിടെ പോയ ഉടനെ ആ പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ കണ്ട ഉടനെ ഭയങ്കര ഹാപ്പി ആവുന്നു. ബട്ട് ഹീറോയിൻ സൈലന്റ് ആയി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ കാണാൻ വന്നതാണ്. എന്തിനാ വന്നേ? ഹേയ് പൊട്ടാ, എന്നെ വെൽക്കം ചെയ്യടാ. മുത്തേ വാ വാ എന്ന് പറഞ്ഞ് അവൻ ഹഗ് ചെയ്യുന്നു. അങ്ങനെ 3 പേരും കൂടി ഒരുമിച്ച് ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് യാഗും കടന്നു വരുന്നു.